ഒരു കൾച്ചറും ഒരു രാജ്യത്തും ഒരു നാട്ടിലും നിർബന്ധിക്കാതെ നടപ്പിലാക്കാൻ സാധിക്കുകയില്ല. നമ്മൾ നിർബന്ധിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ ആദ്യം നമ്മുടെ ഗുരുക്കന്മാരോടോ നിർബന്ധിക്കുന്നവരോടോ ട്രെയിനേഴ്സിനോടോ ഒക്കെ നമുക്ക് ഒരു വിഷമവും ഈർഷ്യയും ഒക്കെ ഉണ്ടാവും. നമ്മളെ ചെറുപ്പകാലത്തിൽ പഠിപ്പിക്കുന്ന ടീച്ചർമാരോട് നമുക്ക് ഒരുപാട് വിഷമവും ദേഷ്യവും ഉണ്ടായിട്ടുണ്ട് അല്ലേ? പക്ഷെ അവർ പഠിപ്പിച്ച് നമ്മൾ വളർത്തി ഈ ഒരു ലെവലിലേക്ക് എത്തി നമുക്കൊരു സംസ്കാരം ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഇത് നിർബന്ധിക്കാതെയാണെങ്കിൽ ഒരിക്കലും നടക്കില്ല. ഉദാഹരണത്തിന്, ഇന്ത്യയിൽ നിന്ന് യുഎയിലേക്കോ സൗദിയിലേക്കോ പോകുന്നൊരു വ്യക്തി, ഇതേ മലയാളി ഇവിടുന്ന് അങ്ങോട്ട് പോയി ഇറങ്ങുന്ന സമയത്ത് അവൻ്റെ ഒരു മനോഭാവം വേറെയാണ്. കാരണം അവിടുത്തെ നിയമ സംഹിത അവന് എന്തൊക്കെയാണോ ശിക്ഷ കൊടുക്കുക അത് അവൻ ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് തന്നെ അവൻ വളരെ മാന്യനും വളരെ നല്ലവനുമായിട്ട്, എല്ലാവരുടെ കാര്യമല്ല പറയുന്നത് എങ്കിലും നമ്മൾ അത് ഉപയോഗിക്കുന്നതായി കാണാം. അവിടെ ഒരു കയ്യിൽ ഒരു ATM കാർഡ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പേപ്പർ കയ്യിൽ കിട്ടിയാൽ നമ്മൾ അപ്പുറം ഇപ്പുറം നോക്കിയിട്ട് ഡസ്റ്റ്ബിന്നിൽ ഇടുന്നത് കാണാം. ഡസ്റ്റ്ബിന്നിൽ ഇട്ടിട്ടില്ല, പുറത്തായിട്ടെങ്കിൽ അവന് അവിടെ ഫൈൻ ചുമത്തുന്നതായിരിക്കും. ഇവിടെ അതേ വ്യക്തി അതേ ഫ്ലൈറ്റിൽ തിരിച്ച് ഇവിടെ നാട്ടിലിറങ്ങുന്ന സമയത്ത് ആ ഫ്ലൈറ്റിൽ നിന്ന് കിട്ടിയ സാധനം പോലും നമ്മൾ റോഡിൽ അവിടെ ഇതൊക്കെ വലിച്ചെറിയുന്ന അവസ്ഥയുണ്ടാവും. കാരണം ഇവിടെ പേടിക്കാനില്ല, നിർബന്ധിക്കാനില്ല. അപ്പോൾ നിർബന്ധിച്ചിൽ മാത്രമേ ഒരു കൾച്ചർ സംസ്കാരം ഉടലെടുക്കുകയുള്ളൂ, അല്ലെ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ കുട്ടികളായ കാലം മുതലേ നമ്മളുടെ കുട്ടികളെ നല്ല രീതിയിലെ കൾച്ചർ ഉണ്ടാകുന്ന രീതിയിൽ സംസ്കാരം പഠിപ്പിക്കണം. അത് മതപരമായിട്ടുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള ഏത് കാര്യമായിക്കോട്ടെ, നിർബന്ധിച്ച് അവരിൽ ചെലുത്തുന്ന സമയത്താണ് അവരൊരു സംസ്കാരത്തിൻ്റെ ഉടമയായി മാറുക. നിർബന്ധിക്കാതെ നമ്മൾ ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഒന്നും നടക്കില്ല. അതുകൊണ്ട് നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്ന സമയത്ത് നിർബന്ധിച്ച് തന്നെ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്താണ് അവരുടെ ജീവിതത്തിലെ ഒരു ഭാഗമായിട്ട്, അവരുടെ കൾച്ചറിൻ്റെ ഭാഗമായിട്ട് മാറുകയുള്ളൂ. അവർ എന്നാലേ ആക്സെപ്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് പറയുന്നത്, ഒരു കൾച്ചറും നിർബന്ധിക്കാതെ നടപ്പിലാക്കാൻ സാധ്യമല്ല. എല്ലാവർക്കും ഒരു ചോദ്യം നേരുന്നു.